അമ്മ യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലെയിനില് ശീതം പിടിച്ചിട്ട് എനിക്ക് നിക്കാൻ കഴിയുന്നില്ലേനു. നിക്ക്, സീറ്റ് തന്നില്ലേ അവര്? സീറ്റാ? പ്ലെയിനിൽ നിന്ന് ശീതം കൂടിയിട്ട് എന്റെ കൂറ്റുപോയി. അമ്മേ മോളെ. കണ്ണൂർ ഭാഗത്തൊക്കെ സീറ്റിന് കൂറ്റുന്നാവും പറയാ, ഓരോരോ വാക്കുകളെ. പക്ഷെ ഇത് സാമ്യമുണ്ട് കേട്ടാ, സീറ്റ് കൂറ്റ്. പക്ഷെ ചില വാക്കുകളൊന്നും പിടിക്കാൻ പറ്റില്ല. ഇത് കുഴപ്പമില്ല, കൂറ്റ്. ഹേ, കൊള്ളാലോ വാക്ക്, സിമിലാരിറ്റി ഉണ്ട്. എന്തിട്ടാ കാരണം കൂറ്റ് കിട്ടാൻ ഞാൻ ഫ്ലൈറ്റിൽ? ഞാൻ എന്തിട്ടാ ഇപ്പൊ പറയാ? അമ്മേന്നേ മീൻ വാങ്ങിക്കാൻ താഴെ പോയിട്ടുണ്ടായിരുന്നോ? ആ പോയിനി. എന്നിട്ട് അവിടെ എന്തിട്ടാ കശവിശ ഉണ്ടായേ? കാശവിഷയൊന്നും ഉണ്ടായിട്ടില്ല. മുള്ളൻ ഉണ്ടേനു, പിന്നെ മാന്ത ഉണ്ടേനു, പുയ്യാപ്പിളക്കറ്റില ഉണ്ടായിന്, മത്തി ഉണ്ടേനു. അമ്മ ഈ കശവിശാന്ന് പറഞ്ഞ മീനിന്റെ പേരല്ല. എന്തെങ്കിലും ചൊറയുണ്ടായിനോന്നാ ചോദിക്കുന്നത്. എന്തെങ്കിലും ചൊറയുണ്ടായിനാടാ? ചൊറയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ ചെക്കൻ ഒരു ബെറല് പിടിച്ച ചെക്കനേനു. എനക്കറിയാപ്പോ ഓനൊരു ബേവ് കുറവാന്ന്, ഒരു പളഞ്ഞിറ് പറ്റിയ കളിയാന്ന് ചെക്കനെ. ഞാൻ അവനോട് ചോദിച്ചു മത്തിക്ക് എത്രയാ പൈസ എന്ന്. അപ്പൊ ഓൻ പറഞ്ഞു 18 എന്ന്. പിന്നെ ഞാൻ അവനോട് ചോദിച്ചു മാന്തക്ക് എത്രയാ പൈസ എന്ന്. അപ്പൊ ഓൻ പറഞ്ഞു 10 എന്ന്. അന്നേരം നല്ല പാങ്ങിലാന്ന് എന്നോട് വർത്താനം പറയുന്നു. പിന്നെന്തേനു ലാസ്റ്റ് ഞാൻ അവനോട് പറഞ്ഞു കുറച്ച് പൈസ കുറച്ചിട്ട് താവളിന്ന്. എന്നിട്ടാ പറഞ്ഞേ? മീൻ പൈസ കുറച്ചിട്ട് താവളി. മീൻ എന്തിട്ടാ? മീന് പൈസ കുറച്ചിട്ട് താവളി. അമ്മ ആര്യാ ഈ പറഞ്ഞ സാധനം വിളിച്ചെന്നറിയോ? ദിനേശ് ചേട്ടാ, വിളിച്ചല്ല പറഞ്ഞാന്ന്. നല്ലുണ്ട്. ആ ചുള്ളൻ ട്രിവാൻഡ്രക്കാരനാണ് ട്ടാ. ആടാ ഈ സൈസ് സാധനം എടുത്തൊരു പടയാ പടച്ച അമ്മ പടല വിടും. മോനെന്നാ പദ്യല്ലേ? ഇത് മലയാളം തന്നെയാ? പിന്നെന്തിട്ടാ മലയാളം അല്ലേ? അല്ലണേ, എനിക്ക് ഞാൻ പറയുന്നതെല്ലാം തിരിയലുണ്ടാ? അങ്ങെല്ലാം നോക്കിയിട്ട് സുമാറ് ഇങ്ങനെയെല്ലാം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞ പോലെ നിക്കലെന്നെ. തിരിഞ്ഞിട്ട് നിക്കേ. വളരെ ശക്തിമാന്റെ മോളാ തിരിഞ്ഞിട്ട് നിക്കാൻ. മോനെ ഓ പറയുന്നോണ്ട് ഒന്നും വിചാരിക്കറേ, മോന്റെ മലയാളം തീരെ പോരാ. ഇവർ അങ്ങോട്ടേക്ക് ശുദ്ധ മലയാളം ഒന്നും അല്ല അല്ലേ? നമ്മളെ പോലെ അത്ര ശുദ്ധമൊന്നും അല്ല. നമ്മുടെ ഭാഷക്കാണ് ഇപ്പൊ പ്രശ്നം. നന്നായിട്ടുണ്ട്. പോയി, ലൈഫ് പോയി. കാരണം കുറച്ച് മാസങ്ങളായിട്ട് കിയ ഇതിന്റെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറ്റവും പുതിയ കിയ അപ്പൊ അതാണ് കളി. ಐಂದು ಕಸಿನಲ್ಲಿ ಯಾರಾவது ಒಬ್ಬರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ വയറുണ്ടിയായി താത്താവിൻ കഴിച്ചാസ്തി എല്ലാം നിനಗೆ ಸಿಕ್ಕಿನ್ರೆ. മോനെ വെങ്കിയാ? എന്തിട്ടാ വെങ്കിയാ? ഇതിപ്പോ എന്തിട്ട സാധനം? ഡിയേ, നിന്റെ വീട്ടില് കാറ് വാങ്ങണ്ട? ആ ഉണ്ട് തോന്നുന്നു. എന്തിട്ടാ കാറിന്റെ പേര്? ഒന്നാമത്തെ പേര് കിയ. കിയ കിയ കിയ. നിന്റെ അച്ഛൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂല്ലേ? ആരാ പറഞ്ഞേ? കൊള്ളാലോ കളി. ബാങ്ക് കിയ പിടിച്ചുട്ടാ. ദിനേശ് ചേട്ടൻ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞേ? നമ്മുടെ ഓഫീസില് ഒരു തെലുങ്കുണ്ട്, രായപ്പേട്ട ജലതിരി അണ്ണൻ. മൂപ്പര് പറയണ തെലുങ്ക് വള്ളി പുള്ളി തെറ്റാതെ പിടിച്ചിട്ടുണ്ട് ഞാൻ. എന്നോടാ കളി.
നല്ലുണ്ട്. ബാങ്ക് കിയ, ബാങ്ക് കിയ, കൊള്ളാട്ടാ. നമ്മളോടാ കളി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ എന്തിട്ടാ, നമുക്ക് വരാനുള്ള വണ്ടിയല്ലേ. ലാഭമായല്ലോ. ഓരോരോ കോഡ് ഭാഷകളെ. അമ്മേ, ഞാൻ പിടിച്ചുട്ടാ. ബാങ്ക് കിയ. ഞാൻ ബാങ്ക് ചെയ്യൂ. കിയു എന്തുട്ടപ്പിത്? കിയു ഹിന്ദിയാണല്ലോ. കുച്ചിനെ ഇതെന്തിട്ടാ? അവരുടെ ഭാഷ ഡീകോഡ് ചെയ്ത് പിടിച്ചിട്ടില്ല, അത് തന്നെ കാര്യം. അമ്മേ, ഇതെന്നാന്നൊരു വൃത്തിയായിട്ട് മോശം മണം. നിന്റെ ഭർത്താവ് എന്നെ കക്കൂസ് കയറാൻ വിടണ്ടേ? ആര്? ദിനേശ് ചേട്ടനാ? പിടിച്ചിട്ട് നിൽക്കാനാ പറയുന്നു. അന്നേരം ഇങ്ങനെയെല്ലാം ഉണ്ടാവും. അമ്മ ബേജാറാവണ്ട, ഞാൻ ദിനേശ് ചേട്ടനോട് പറയാം. ഡാ മോനെ സജീഷേ, നീ ആ വെയിറ്റാ കുറച്ചേ. പിന്നെന്തിട്ടാ? ഡാ നമ്മടെ അച്ഛൻകടിയാണ്. പിന്നില്ലേ, നിന്റെ ഷോപ്പിലും ഹംസക്കയുടെ ഷോപ്പിലും സെയിം റേറ്റാ. ഇവന്റെ അച്ഛനുമായിട്ട് അത്ര രസത്തിലല്ലേ? അമ്മ ഒന്ന് ഉപദേശിക്കട്ടെ. ഡാ നിന്റെ കൂട്ടുകാരനാണ്, അത് നമ്മുടെ അച്ഛൻകടിയാണ്. ഓയ് മോനെ, ഓ എന്ത് ചൊറയുണ്ടെങ്കിലും ഉണ്ടല്ലോ, അച്ഛന് കടിയാന്നൊന്നും ആരോടും പറയറേ. ഇനിയിപ്പോ കടി ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ആരോടും പറയറ്. നാളെ നിന്റെ കുട്ടി നിനക്ക് കടിയാന്ന് നാട്ടുകാരോട് പറഞ്ഞാ നിനക്ക് എങ്ങനെയാ വെള്ളണ്ടാവൂലേ? അതുകൊണ്ട് അങ്ങനെയൊന്നും പറയറ് മോനെ. ഞാനിപ്പോ എന്തിട്ടാ പറഞ്ഞേ? അച്ഛനാന്നേ, മറക്കറേ. ഈ തള്ളിയിൽ എന്തിട്ടാ പറഞ്ഞിട്ട് പോണേ? ഫ്ലാറ്റ് മാറേണ്ടി വരുമോ?